നമസ്കാരം, ചലഞ്ചർ ആപ്പിന്റെ ടീച്ചിങ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ LPP പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് സെഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള സെഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു. ചരിത്രം, ഭരണഘടന, ഭൂമിശാസ്ത്രം. ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ സെഷനാണിത്. ഇതിൽ ഒരു സെഷനും കൂടി നമുക്ക് ഒരു പക്ഷേ വേണ്ടി വന്നേക്കാം. അപ്പോൾ ഞാൻ സെഷനോട് കിടക്കാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് അതേ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പൊ ഭൂമിശാസ്ത്രത്തിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണിത്. ഓൾറെഡി നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഭൂമിശാസ്ത്രമായതോടെ ഡിസ്കസ് ചെയ്തു. അത് അത്യാവശ്യം റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്കതിന്റെ 11ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ ആദ്യമായി കണ്ടെത്തിയ ഏതിനം ജീവിക്കാണ് തൈരിയസ് നരേന്ദ്രാനി എന്ന് പേര് നൽകിയത്? കേരളത്തിൽ ആദ്യമായി കണ്ടെത്തിയ ഏതിനം ജീവിക്കാണ് തൈരിയസ് നരേന്ദ്രാനി എന്ന് പേര് നൽകിയത്? ഓക്കെ, ഉത്തരം കുയിൽ തേനീച്ച. ഉത്തരം കുയിൽ തേനീച്ച. നോട്ട് ചെയ്യേണ്ട, ശ്രദ്ധിക്കേണ്ട 2023 കറണ്ട് അഫെയർ ആണ്. കുയിൽ തേനീച്ച. തേനീച്ചകളുടെ കൂട്ടത്തില് സ്വന്തമായി കൂടുണ്ടാക്കാത്തവരും പരാഗണത്തിന് സഹായിക്കാത്തതുമായ വിഭാഗത്തിൽപ്പെട്ടതാണ് കുക്കൂബി അഥവാ കുയിൽ തേനീച്ച എന്നറിയപ്പെടുന്നത് കേട്ടോ. മനസ്സിലാക്കാം, തേനീച്ചകളുടെ കൂട്ടത്തിൽ സ്വന്തമായി കൂടുണ്ടാക്കാത്തവരും അതുപോലെ തന്നെ ആണെങ്കിൽ പരാഗണത്തിനും സഹായിക്കാത്തതുമായ വിഭാഗത്തിൽപ്പെട്ടതാണ് കുക്കൂബി അഥവാ കുയിൽ തേനീച്ച. ഇതാണ് തൈരിയസ് നരേന്ദ്രാനി എന്ന് പേര് നൽകിയത്. മനസ്സിലാക്കി, ഇതിനാണ് തൈരിയസ് നരേന്ദ്രാനി എന്ന് പേര് നൽകിയത്. 12ാമത്തെ ചോദ്യം. മലിനീകരണവും കയ്യേറ്റ ശോഷണവും നേരിടുന്ന നദികളുടെ പുനരുജ്ജീവനത്തിനും സംരക്ഷണത്തിനുമായി കേന്ദ്ര ജൽശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നദി ഏതാണ്? അപ്പൊ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. മലിനീകരണവും കയ്യേറ്റ ശോഷണവും നേരിടുന്ന നദികളുടെ പുനരുജ്ജീവനം, ഓക്കെ, അതിന്റെ സംരക്ഷണം, അതിനു വേണ്ടിയിട്ട് കേന്ദ്ര ജൽശക്തി മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നദിയാണ് പെരിയാർ നദി. ഏത് നദിയാണ്? പെരിയാർ നദി. പെരിയാർ നദിയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പെരിയാർ നദിയെ കുറിച്ച് അറിയാത്ത PSC ഉദ്യോഗാർത്ഥികൾ ആരും ഉണ്ടാവില്ല. കേരളത്തിലെ ഏറ്റവും വലിയ നദി നിലവിൽ പെരിയാർ നദിയാണ്. കേരളത്തിന്റെ ജീവരേഖ, ലൈഫ് ലൈൻ ഓഫ് കേരള എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നദിയാണ് പെരിയാർ നദി. സഹ്യപർവ്വതത്തിലെ ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിച്ച് പടിഞ്ഞാറോട്ട് അറബിക്കടലിലേക്ക് ഒഴുകുന്ന നദിയാണ് പെരിയാർ നദി. ഏകദേശം 244 കിലോമീറ്റർ 152 മൈൽ സഞ്ചരിക്കുന്ന നദിയാണ് പെരിയാർ നദി. ചൂർണി എന്ന പേരിൽ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന നദിയാണ് പെരിയാർ നദി. പെരിയാർ നദിയുമായി ബന്ധപ്പെട്ട വിവിധ പരീക്ഷകൾക്ക് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ 5 പോയിന്റ്സ് ആക്കി ഇവിടെ കൊടുത്തിരിക്കുന്നത്. മറക്കരുത്, ജലശക്തി വകുപ്പിന്റെ ഈ സംരക്ഷണ നദികളുടെ കൂട്ടത്തിൽ ആരുൾപ്പെട്ടിരിക്കുന്നു? പെരിയാർ നദി ഉൾപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് ചോദ്യം നമ്പർ 13. 2023 മാർച്ചിൽ തമിഴ്നാട്ടിൽ നിലവിൽ വന്ന 18ാമത് വന്യജീവി സങ്കേതം ഏതാണ്? ഇത് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ഒരു പക്ഷെ ചോദ്യം ഇങ്ങനെ ആവണമെന്നില്ല. തമിഴ്നാട്ടിലെ 18ാമത്തെ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിക്കണമെന്നില്ല. ഇതിന്റെ പേര് തന്നിട്ട് ഇത് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ ഉത്തരം മനസ്സിലാക്കുക. എന്താണ്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഏറെക്കുറെ 2023 മധ്യഭാഗത്ത് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ആയിരുന്നു. ഓക്കെ, നോട്ടിഫിക്കേഷനിലൂടെ ഈ ഒരു സങ്കേതത്തെയാണെങ്കിൽ ഈ ഒരു തന്തൈ പെരിയാർ വന്യജീവി സങ്കേതത്തെയാണെങ്കിൽ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിച്ചതും. ഓക്കെ, ഇത് തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതമാണ്. ഓക്കെ, ഈറോഡ് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലാക്കണം, തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഓക്കെ, തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിൽ പശ്ചിമഘട്ടത്തിനും അതുപോലെ തന്നെയാണെങ്കിൽ വെസ്റ്റേൺ ഘട്ടിനും ഈസ്റ്റേൺ ഘട്ടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിർദ്ദിഷ്ട സംരക്ഷിത പ്രദേശമാണ് ഈ തന്തൈ പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. ഓക്കെ, 2023 മാർച്ചിൽ തമിഴ്നാട് സർക്കാർ വിജ്ഞാപനം ചെയ്ത് ഈ തമിഴ്നാട്ടിലെ 18ാമത് വൈൽഡ് ലൈഫ് സാങ്ച്വറി അഥവാ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചു. അപ്പോ തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനം? തമിഴ്നാട്ടിൽ എത്രാമത്തെ വന്യജീവി സങ്കേതം? 18ാമത്. ഓക്കെ, മാത്രമല്ല ഇത് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഈറോഡ് ജില്ലയിൽ. ഓക്കെ, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വെസ്റ്റേൺ ഘട്ടിനും പിന്നെ ഈസ്റ്റേൺ ഘട്ടിനും ഇടയിലുള്ള സംരക്ഷിത പ്രദേശമാണ് കേട്ടോ. അപ്പൊ ഈ 16ാമത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 14. 38 വർഷങ്ങൾക്ക് മുമ്പ് പൊട്ടിത്തെറിക്കുകയും 25,000-ഓളം ആളുകളുടെ ജീവനെടുക്കുകയും ചെയ്ത നൊവാഡോ ഡെൽ റൂയിസ് എന്ന അഗ്നിപർവ്വതം 2023 വീണ്ടും സജീവമായി. ഇത് ഏത് രാജ്യത്തിന്റെ ഭാഗമാണ്? ഓക്കെ, അപ്പൊ സജീവമാവാന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും പൊട്ടിത്തെറിച്ചെന്നാണോ, അതോ വീണ്ടും അതിൽ ഫ്ലോ തുടങ്ങി എന്നുള്ളതാണ്? നോക്കാം. ഓക്കെ, നൊവാഡോ ഡെൽ റൂയിസ്. ഓക്കെ, ഇത് ആണ് അതിന്റെ ഒരു അഗ്നിപർവ്വതത്തിന്റെ പേര്.
ഇത് ഏത് രാജ്യത്താണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, ഇത് ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ് ആണ്. ഉത്തരം കൊളംബിയ. എന്താണ് ഉത്തരം? കൊളംബിയ. മനസ്സിലാക്കുക. ഇതിന്റെ ബേസിസിൽ ഈ ഒരു അഗ്നിപർവ്വതങ്ങളുടെ കുറിച്ച് ജസ്റ്റ് മനസ്സിലാക്കേണ്ട 3 സ്റ്റാറ്റിക് പോയിന്റ്സ് ഉണ്ട്, സ്റ്റാറ്റിക് GK പോയിന്റ്സ് ഉണ്ട്. അഗ്നിപർവ്വതങ്ങൾ 3 വിധമാണ്, 3 തരമാണ്. ഒന്നാമത്തെയാണ് സജീവ അഗ്നിപർവ്വതം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സജീവമായി എന്ന് പറഞ്ഞില്ലേ, എന്താ സംഭവം നോക്കാം. ഇടയ്ക്കിടെ സ്ഫോടനം ഉണ്ടാകുന്ന അഗ്നിപർവ്വതം, ഇതാണ് സജീവ അഗ്നിപർവ്വതം എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു അഗ്നിപർവ്വതം അത് ആക്ച്വലി അന്ന് അങ്ങനെ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. പിന്നീട് അപകടങ്ങളോ അല്ലെങ്കിൽ സ്ഫോടനങ്ങളോ ഉണ്ടായിരുന്നില്ല. 2023 ഇത് വീണ്ടും സജീവമായി തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു അഗ്നിപർവ്വതത്തിന്റെ പേരെന്തായിരുന്നു? നൊവാഡോ ഡെൽ റൂയിസ് എന്നുള്ളതാണ്. കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്താണ്. ഓക്കെ, അപ്പൊ അതാദ്യം മനസ്സിലാക്കാം. ഇനി അഗ്നിപർവ്വതങ്ങൾ 3 വിധം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെയാണ് സജീവ അഗ്നിപർവ്വതം. ഇടയ്ക്കിടെ സ്ഫോടനം ഉണ്ടാവുന്ന അഗ്നിപർവ്വതമാണ്. ഓക്കെ, സജീവ അഗ്നിപർവ്വതം. അതിന് എക്സാമ്പിൾ ആണ് എറ്റ്നാം, ബാരൻ ദ്വീപുകള്, കോട്ടോപാക്സി, ഫ്യൂജിയാമ. ഇതെല്ലാം ഈ ഒരു സജീവമായിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. നെക്സ്റ്റ് രണ്ടാമത്തെയാണ് നിദ്രയിലാണ്ടവ. ഓക്കെ, ചരിത്രാതീത കാലത്ത് പൊട്ടിത്തെറിച്ചതും ഇപ്പോൾ ശാന്തമായിരിക്കുന്നതുമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങളാണ് നിദ്രയിലാണ്ടവ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അവർ ശാന്തമാണ്, സജീവമല്ല, പൊട്ടിത്തെറികളോ സ്ഫോടനങ്ങളോ ഒന്നുമില്ല. ഓക്കെ, വെസുവിയസ് എന്നുള്ളതാണ് ഒരു ഉദാഹരണം. അതുപോലെ തന്നെ ആണെങ്കിൽ കിളിമഞ്ചാരോ മറ്റൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തത്, നിദ്രയിലാണ്ടവം. മൂന്നാമത്തെ വിധമാണ് നിർജീവ അഗ്നിപർവ്വതം. എന്താണ് നിർജീവ അഗ്നിപർവ്വതം? അതായത് പൂർണ്ണമായും മാഗ്മയുടെ ഒഴുക്ക് നിലച്ചതും ഇനിയും സ്ഫോടനത്തിന് സാധ്യത ഇല്ലാത്തതുമായിട്ടുള്ള അഗ്നിപർവ്വതം. നിദ്രയിലാണ്ടവ എന്ന് പറഞ്ഞാൽ നിലവിൽ ശാന്തമായിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ നിർജീവ അഗ്നിപർവ്വതം വെച്ചാൽ അതിൽ നിന്ന് ഇനി ഒരു സ്ഫോടനം അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി അതിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അത്തരത്തിലുള്ള പൂർണ്ണമായും മാഗ്മയുടെ ഒഴുക്ക് നിലച്ചതും ഇനിയും സ്ഫോടനത്തിന് സാധ്യത ഇല്ലാത്തതുമായിട്ടുള്ള അഗ്നിപർവ്വതമാണ് നിർജീവ അഗ്നിപർവ്വതം. ഉദാഹരണമാണ് മൗണ്ട് അഷിതക്ക, അതുപോലെ തന്നെ ആണെങ്കിൽ സുയിദ്വാൾ. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾസ് ജസ്റ്റ് മനസ്സിലാക്കിയത് ആക്ച്വലി സ്റ്റാറ്റിക് GK പോയിന്റ്സ് ആണ്. ഞാൻ കറണ്ട് അഫേഴ്സിൽ ഈ ഒരു സജീവമായി എന്നൊരു ടേം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു 3 അഗ്നിപർവ്വതങ്ങളുടെ ടൈപ്പും കൂടെ എടുത്ത് പറഞ്ഞത്. ഒന്ന് സജീവം, നമ്മുടെ നിദ്രയിലാണ്ടവ, നമ്മുടെ നിർജീവ അഗ്നിപർവ്വതം. 3ന്റെയും ഒരു ഡെഫിനിഷനും എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അറിഞ്ഞിരിക്കുക, നമ്മുടെ ഈ നൊവാഡോ ഡെൽ റൂയിസ് എന്ന് പറയുന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്താണ്. ഈ കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ക്യാപിറ്റൽ ഏതാണെന്നുള്ളത് എല്ലാവരും കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നെക്സ്റ്റ് 15ാമത്തെ ചോദ്യം. 2023 ഏപ്രിൽ കേരളത്തിലെ ഏത് ദേശീയോദ്യാനത്തിലാണ് 52 വ്യത്യസ്ത തരം ഫേനുകൾ ഉൾപ്പെടുത്തി പുതിയ ഫെർണേറിയം പ്രവർത്തനം ആരംഭിച്ചത്? വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഫേണുകൾ, എന്താണ് ഫെർണേറിയം? അത് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ ഏത് ദേശീയോദ്യാനത്തിലാണ്, നാഷണൽ പാർക്കിലാണ് ഈ ഫെർണേറിയം പ്രവർത്തനം ആരംഭിച്ചതെന്നുള്ളതാണ് ഉത്തരം ഇരവിക്കുളം നാഷണൽ പാർക്ക്. ശ്രദ്ധിച്ചിരിക്കുന്നതാണ് ഇരവിക്കുളം ദേശീയോദ്യാനം. അപ്പോ പൂക്കളോ വിത്തുകളോ ഉൽപ്പാദിപ്പിക്കാത്ത പകരം ബീജങ്ങൾ വഴി പുനർനിർമ്മിക്കുന്ന സസ്യങ്ങളുടെ വൈവിധ്യമാർന്ന ഗ്രൂപ്പാണ് ഫെർണുകൾ എന്ന് പറയുന്നത്. എന്താണ്? പൂക്കളോ വിത്തുകളോ ഉൽപ്പാദിപ്പിക്കാത്ത പകരം ബീജങ്ങൾ വഴി പുനർനിർമ്മിക്കുന്ന സസ്യങ്ങളുടെ വൈവിധ്യമാർന്ന ഗ്രൂപ്പിനെയാണ് ഫെർണുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു ഫെർണേറിയം എവിടെ സ്ഥാപിച്ചിരിക്കുന്നത്? ഇരവികുളം നാഷണൽ പാർക്കിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്നത് 1978ലാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് വരയാട് അല്ലെ, നീൽഗിരി താർ അല്ലെ. അപ്പോ വരയാട് ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ്. അപ്പോ ഇത്രയും പോയിന്റ്സ് ഇരവികുളം ദേശീയോദ്യാനമായി എന്നോട് മനസ്സിലാക്കുക. ഈ ഫെർണേറിയം സ്ഥാപിച്ചത് എവിടെയാണ്? ഇരവികുളത്താണെന്ന് അറിഞ്ഞിരിക്കാം. 16ാമത്തെ ചോദ്യം. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗജ ഉത്സവം അല്ലെങ്കിൽ ഗജ ഉത്സവം 2023 ഏത് ദേശീയോദ്യാനത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്? അപ്പോ അല്ലെങ്കിൽ ഗജ ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം ആനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉത്സവമാണ്. അപ്പൊ ആ ഒരു ഉത്സവം ഇന്ത്യൻ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തത് കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ആസാം അല്ലെ. ആസാമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമായിട്ടുള്ള യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ദേശീയോദ്യാനം കൂടിയാണ് കാസിരംഗ നാഷണൽ പാർക്കും. അവിടെ ഏത് ഉത്സവം? ഗജ ഉത്സവം ആരംഭിച്ചു. എന്തിനാ ഗജ ഉത്സവം? മനസ്സിലാക്കുക, ആനകളുടെ സംരക്ഷണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ 1991-92 ഒരു പദ്ധതി ആരംഭിച്ചിരുന്നു. അതിന്റെ പേരെന്താ? പ്രൊജക്ട് എലിഫന്റ്. ഈ പ്രൊജക്ട് എലിഫന്റിന്റെ ഈ പ്രൊജക്ട് എലിഫന്റ് എന്ന് പറയുന്ന പദ്ധതിക്ക് 30 വർഷം പിന്നിടുമ്പോഴാണ് ആനകളുടെ സംരക്ഷണത്തിനും
ആനകളും മനുഷ്യരും തമ്മിലുള്ള സംഘടനകൾ ഒഴിവാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഉത്സവമാണ്, അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനാണ് ഈ ഗജ ഉത്സവം എന്ന് പറയുന്നത്. ഇത് സംഘടിപ്പിച്ചത് കസിരംഗ നാഷണൽ പാർക്കിലാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമു. മറക്കരുതേ. ഓക്കെ, പ്രൊജക്ട് എലഫന്റിന്റെ വർഷം എല്ലാവർക്കും അറിയാം, PSC മുൻ ചോദ്യമാണ്. അത് 30 വർഷം പിന്നിടുമ്പോഴാണ് ഈ ഗജ ഉത്സവം ആരംഭിച്ചതെന്നും കൂടെ അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് 17ാമത്തെ ചോദ്യം. ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ കിങ് വൾച്ചർ എന്നാണ്? ഏഷ്യൻ കിങ് വൾച്ചർ. അതിന് പ്രത്യേകം എന്താണ്? ചുവന്ന കഴുത്തുള്ള കഴുകൻ, ഏഷ്യൻ കിങ് വൾച്ചർ. ഓക്കെ, സംരക്ഷണ കേന്ദ്രം നിലയിൽ വരുന്ന എവിടെയാണ്? അപ്പൊ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ കിങ് വൾച്ചർ ഒക്കെ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ഉത്തർപ്രദേശ്. ഓക്കെ, ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ. എന്താ പേര്? JCBC, ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ എന്നാണ് ഈ കേന്ദ്രത്തിന്റെ പേര്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, അതിന്റെ റെഡ് ലിസ്റ്റിലുള്ള ജീവിയാണ് ഏഷ്യൻ കിങ് വൾച്ചർ അഥവാ ചുവന്ന കഴുത്തുള്ള കഴുകൻ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ചുവന്ന കഴുത്തുള്ള കഴുകൻ. അപ്പൊ അതിന്റെ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന ഉത്തർപ്രദേശ്. അതിന്റെ പേര് മനസ്സിലാക്കി, JCBC. ഓക്കെ, നെക്സ്റ്റ് 18ാമത്തെ ചോദ്യം. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷകർ അമോലോപ്സ് സിജു എന്ന പുതിയ ഇനം തവളയെ കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? അമോലോപ്സ് സിജു എന്ന പുതിയ ഇനം തവളയെ കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. യെസ്. 19ാമത്തെ ചോദ്യം. ഓക്കെ, അടുത്തിടെ ഗവേഷകർ ഇന്ത്യയിൽ കണ്ടെത്തിയ ഹെക്സോസെൻട്രസ് ഗാസിയൻസിസ്, ഓക്കെ, ഹെക്സോസെൻട്രസ് അശോക എന്നിവ ഏതു ജീവിയുടെ പുതിയ ഇനങ്ങളാണ്? അത് നേരത്തെ നമ്മൾ തവളയെ കണ്ടെത്തിയ കാര്യം പറഞ്ഞ മേഘാലയാണ്. ഇത് 3 പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് ജീവിയുടെ പുതിയ ഇനങ്ങളാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഹെക്സോസെൻട്രസ് ടിഡേ, ഹെക്സോസെൻട്രസ് ഗാസിയൻസിസ്, ഹെക്സോസെൻട്രസ് അശോക. ഇത് ഏത് ജീവിയുടെ പുതിയ ഇനങ്ങളാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മനസ്സിലാക്കുക. പുൽച്ചാടി. അറിഞ്ഞിരിക്കുക. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ബിപ്പർ ജോയ് എന്ന ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഏതാണ്? എനിക്ക് തോന്നുന്നു ഈ ചോദ്യം ഓൾറെഡി വന്നു കഴിഞ്ഞു, ഇനി വരാനുള്ള സാധ്യതയുണ്ട്. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ബിപ്പർ ജോയ് എന്ന ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഏതാണ്? ഉത്തരം ബംഗ്ലാദേശ്. ഏതാണ്? ബംഗ്ലാദേശ്. അപ്പൊ എന്താണ് ബിപ്പർ ജോയുടെ അർത്ഥം നോക്കാം. ബിപ്പർ ജോയ് എന്ന പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശ് ആണ്. ബംഗ്ലാ ഭാഷയിലുള്ള ബിപ്പർ ജോയ് എന്നതിന്റെ അർത്ഥം ദുരന്തം. എന്താണ്? ദുരന്തം. ബിപ്പർ ജോയ് എന്നുള്ള വാക്കിന് അർത്ഥം എന്താണ്? ദുരന്തം. ഓക്കെ, ബംഗ്ലാ ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്, ഈ ഒരു പേരിട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കാം. ചോദ്യം നമ്പർ 21. ഇന്ത്യയുടെ ആദ്യ അന്താരാഷ്ട്ര ക്രൂയിസ് കപ്പൽ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഏത് രാജ്യത്തേക്കാണ്? ക്രൂയിസ് കപ്പൽ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഏത് രാജ്യത്തേക്കാണ്? ഉത്തരം ശ്രീലങ്ക. മനസ്സിലാക്കാം. ഇത് ഏത് രാജ്യത്താണ്, ഏത് രാജ്യത്ത് നിന്നാണ്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് എന്നുള്ളതല്ല ചോദിച്ചത്. എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്നുള്ളതാണ്. ശ്രീലങ്കയിലോട്ട് പുറപ്പെടുന്ന ഒരു കപ്പലാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ക്രൂയിസ് കപ്പലാണ്. മനസ്സിലാക്കുക. ഈ കപ്പലിന്റെ പേരാണ് MV എംപ്രസ്. എന്താണ്? MV എംപ്രസ് എന്ന് പറയുന്ന ഈ കപ്പലിനെ ചെന്നൈ പോർട്ടിൽ നിന്നാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അന്നത്തെ ഇന്ത്യയുടെ ഷിപ്പിംഗ് മിനിസ്റ്റർ ആയിട്ടുള്ള സർബാനന്ദ സോണോവാൾ ആയിരുന്നു ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ചെന്നൈയിൽ നിന്ന് ശ്രീലങ്കയിലേക്കാണ് ഇതിന്റെ ആദ്യ യാത്ര. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ക്രൂയിസ് കപ്പലിന്റെ പേരെന്താ? MV എംപ്രസ്. യെസ്. നെക്സ്റ്റ് 22ാമത്തെ ചോദ്യം. ഉത്തരാഖണ്ഡിലെ പിതാരാഗഡിൽ ആരംഭിച്ച പുതിയ വിമാനത്താവളം ഏത്? 2023 രാജ്യത്ത് 2-3 പുതിയ വിമാനത്താവളങ്ങൾ വന്നിരുന്നു. അവയുടെ പേര് നിങ്ങൾ മറക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ സിനിമാ തിയേറ്റർ ആരംഭിച്ച വിമാനത്താവളത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു, ചെന്നൈ ഇന്റർനാഷണൽ വിമാനത്താവളം. അതുകൊണ്ട് കൂടുതൽ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റ് 2-3 വിമാനത്താവളങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. ഉത്തരാഖണ്ഡിലെ പിതാരാഗഡിൽ ആരംഭിച്ച പുതിയ വിമാനത്താവളം ഏത്? ഉത്തരം നൈനി സൈനി വിമാനത്താവളം. ഇതിന്റെ വിമാനത്താവളത്തിന്റെ പേരെന്താണ്? നൈനി സൈനി വിമാനത്താവളം. കേട്ടോ, നൈനി സൈനി വിമാനത്താവളം. മനസ്സിലാക്കുക. ഉത്തരാഖണ്ഡിലെ 3ാമത്തെ വിമാനത്താവളമാണ് ഈ നൈനി സൈനി വിമാനത്താവളം. ഉത്തരാഖണ്ഡിലെ 3 വിമാനത്താവളത്തിന്റെ പേര് അറിഞ്ഞിരിക്കാം. ഒന്ന് നൈനി സൈനി, റീസെന്റ് വന്നത് ജോളി ഗ്രാൻഡ്, ഓക്കെ, പന്ത് നഗർ. ഏതൊക്കെയാണ്? പന്ത് നഗർ, ജോളി ഗ്രാൻഡ്, നൈനി സൈനി. ഇവയാണ് ഉത്തരാഖണ്ഡിലെ 3 വിമാനത്താവളങ്ങൾ. ഇത് നൈനി സൈനിയാണ് കഴിഞ്ഞ വർഷം വന്നത് പിതാരാഗഡിൽ. കേട്ടോ, നെക്സ്റ്റ് 2023 ഫെബ്രുവരി മാസത്തിൽ കർണാടകയിൽ ആരംഭിച്ച വിമാനത്താവളം ഏത്? 2023 ഫെബ്രുവരി മാസത്തിൽ കർണാടകയിൽ ആരംഭിച്ച വിമാനത്താവളമാണ് ഏത്? ശിവമോഗ വിമാനത്താവളം. ഏതാണ്? ശിവമോഗ വിമാനത്താവളം. കേട്ടോ, മറക്കരുത്. ഓക്കെ,
ഇന്ത്യയിൽ ആദ്യമായി മഞ്ഞൻ തടാക മാരത്തണിന് വേദിയാകുന്ന ലഡാക്കിലെ തടാകം ഏതാണ്? ഓക്കെ, അടുത്ത ചോദ്യമാണ്, 24ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി മഞ്ഞൻ തടാക മാരത്തണിന് വേദിയാകുന്ന ലഡാക്കിലെ തടാകം ഏതാണ്? അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന തടാകം ഏത് യൂണിയൻ ടെറിട്ടറിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്ക്. ഓക്കെ, പാങ്കോങ്സോ എന്ന് പറയുന്ന ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. അവിടെയാണ് ആദ്യത്തെ മഞ്ഞിൻ തടാക മാരത്തൺ ആരംഭിച്ചതെന്ന് മനസ്സിലാക്കട്ടോ. യെസ്. 25ാമത്തെ ചോദ്യം. രാജ്യത്തെ ഏറ്റവും വലിയ ആകാശപാത നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണ്? അപ്പൊ ഇത് നിലവിൽ വരാൻ പോവുകയാണ്. അപ്പൊ നിലവിൽ ഓൾറെഡി ഒന്നുണ്ടാവും അല്ലെ? അപ്പൊ ഇത് വരാൻ പോകുന്നത് എവിടെ എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലാക്കുക, ഇടപ്പള്ളി അരൂർ, അതായത് കേരളത്തിലാണ് കൊച്ചി മെട്രോയുടെ ഭാഗമായിട്ടുള്ള, കൊച്ചി മെട്രോ പ്രദേശത്തിന്റെ ഭാഗമായിട്ടുള്ള ഇടപ്പള്ളി അരൂർ എന്ന് പറയുന്ന ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ നീളം കൂടിയ ഫ്ലൈ ഓവർ ആകാശപാത നിലവിൽ വരാൻ പോകുന്നത്. മനസ്സിലാക്കാം. ഇടപ്പള്ളി അരൂർ 6 വരി ആകാശപാതയാണ് നിർമ്മാണം തുടങ്ങാൻ പോകുന്നത്. അതിന്റെ ദൂരം എത്രയാണ്? 16.75 കിലോമീറ്റർ പാലം, അതായത് ഫ്ലൈ ഓവർ. 16 കിലോമീറ്റർ പാലത്തേളി ഫ്ലൈ ഓവറിലാണ് ഇതുണ്ടാവുന്നത് കേട്ടോ. മനസ്സിലാക്കുമ്പോൾ 16.75 കിലോമീറ്റർ ആണ് ഈ ഒരു ഫ്ലൈ ഓവറിന്റെ ആകാശപാതയുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നിലവിൽ ഏറ്റവും വലിയ ഫ്ലൈ ഓവർ അല്ലെങ്കിൽ ഏറ്റവും നീളം കൂടിയ ആകാശപാത സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ഏറെക്കുറെ 11 കിലോമീറ്റർ ആണ് അതിന്റെ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കൂടുതലാണ് ഈ ഇടപ്പള്ളി അരൂർ നാഷണൽ ഹൈവേയിൽ വരാൻ പോകുന്നത്. NH-66 വരാൻ പോകുന്ന ഇടപ്പള്ളി അരൂർ ഈ ഒരു ദേശീയപാതയിലെ ഫ്ലൈ ഓവർ എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് 26ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ വേദിക് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? വേദിക് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം നോയിഡ സെക്ടർ 78. നോയിഡ സെക്ടർ 78. ഞാനത് എക്സാക്ട് പ്രദേശം പറഞ്ഞാണ്. നോയിഡ എന്ന് കണ്ടാൽ തന്നെ ഉത്തരമാണ്. ഇൻ കേസ് അതിന് സെക്ടറും കൂടെ തരുവാണെങ്കിൽ കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ടറും കൂടെ എടുത്ത് പറയുന്നത്. നോയിഡ സെക്ടർ 78ലാണ് ഇന്ത്യയിൽ ആദ്യത്തെ വേദിക് പാർക്ക് നിലവിൽ വന്നത്. ഇനി 27ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യത്തെ സഹകരണ മേഖലയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സൈനിക സ്കൂൾ നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സഹകരണ മേഖലയുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സൈനിക സ്കൂള് എവിടെയാണ് ആരംഭിക്കാൻ പോകുന്നത്? ബോറിയാവി, ഗുജറാത്തിലെ ബോറിയാവിയിലാണ് ഈ സൈനിക് സ്കൂൾ ആരംഭിക്കാൻ പോകുന്നത്. മനസ്സിലാക്കണം. അപ്പോ ശ്രീ മോത്തിബായ് ആർ ചൗധരി സാഗർ സൈനിക് സ്കൂൾ എന്നാണ് സ്കൂളിന്റെ പേര്. എന്നാലും ശ്രീ മോത്തിബായ് ആർ ചൗധരി സാഗർ സൈനിക് സ്കൂൾ എന്നാണ് ഇതിന്റെ പേര്. ദൂദ് സാഗർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അസോസിയേഷൻ ദൂർദ ആണ് ഇതിന് നടത്തിപ്പ് ചുമതല എന്ന് മനസ്സിലാക്കിയ ഒരു സൊസൈറ്റിക്കാണ് ഇത് നടത്തിപ്പ് ചുമതല. ഇങ്ങനെയാണ് ഇത് ഇന്ത്യയിൽ ആദ്യത്തെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സൈനിക് സ്കൂളായിട്ട് മാറുന്നതെന്ന് അറിഞ്ഞിരിക്കാം. 28ാമത്തെ ചോദ്യം. നീതി ആയോഗ് പുറത്തുവിട്ട 2023 ദേശീയ ദാരിദ്ര്യ സൂചിക പ്രകാരം രാജ്യത്ത് ദരിദ്രരുടെ എണ്ണം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത്? ദരിദ്രരുടെ തോത് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. അപ്പോ ദരിദ്രർ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം, നമ്മുടെ സംസ്ഥാനമാണ്. ദരിദ്രർ ഏറ്റവും കുറവുള്ള 2ാമത്തെ സംസ്ഥാനമാണ് ഗോവ. അപ്പം കേരളത്തിന് തൊട്ട് താഴെ ലിസ്റ്റിൽ ആരുണ്ട്? ഗോവയുണ്ട്. അതായത് കേരളത്തെക്കാളും ദരിദ്രരുണ്ട്, എന്നാൽ കമ്പാരിറ്റീവ്ലി ദരിദ്രരുടെ എണ്ണം കുറഞ്ഞ ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് ഗോവയാണ്. എന്നാൽ ദരിദ്രരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ബീഹാർ. രാജ്യത്ത് ദരിദ്രരുടെ തോത് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. അതോടൊപ്പം തന്നെയാണെങ്കിൽ 2ാം സ്ഥാനത്ത് നിരക്ക് കൂടുതലുള്ള സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ 2ാം സ്ഥാനത്ത് ജാർഖണ്ഡ് ആണ്. ജാർഖണ്ഡ് എന്താണ്? ആക്ച്വലി ബീഹാറിൽ നിന്നാണ് ജാർഖണ്ഡിനെ ഉണ്ടാക്കിയത്. ബീഹാർ റീഓർഗനൈസേഷനിലൂടെയാണ് ജാർഖണ്ഡ് വേറൊരു സംസ്ഥാനമായിട്ട് മാറിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ജാർഖണ്ഡും ബീഹാറും ഒരുമിച്ച് തന്നെയാണ് ദരിദ്രരുടെ ലിസ്റ്റിൽ എന്ന് മനസ്സിലാക്കുക. 1ാം സ്ഥാനത്ത് ബീഹാറും 2ാം സ്ഥാനത്ത് ജാർഖണ്ഡും. 29ാമത്തെ ചോദ്യം. സാധാരണക്കാർക്ക് കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ യാത്ര ചെയ്യാൻ ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കുന്ന പുതിയ നോൺ AC ട്രെയിൻ ഏതാണ്? നമുക്കറിയാം വന്ദേ ഭാരത് എന്ന് പറയുന്ന ഒരു ഫുൾ AC ട്രെയിൻ ഉണ്ടല്ലേ. അത് സാധാരണക്കാരൻ അതിന്റെ ടിക്കറ്റ് നിരക്ക് ഒരുപക്ഷെ അഫോർഡബിൾ അല്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൂരയാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോൺ AC ട്രെയിൻ ആരംഭിക്കാൻ പോകുന്നു. അതിന്റെ പേരാണ് വന്ദേ സാധാരണ എക്സ്പ്രസ്. നിലവിൽ അതിന്റെ പേര് വന്ദേ സാധാരണ എക്സ്പ്രസ് എന്നാണ്. അത് ആക്ച്വലി 2024 ഡിസംബറോട് കൂടിയൊക്കെ ആയിരിക്കും അതിന്റെ ഒരു ഓട്ടം ആരംഭിക്കുന്നത്. പരീക്ഷണ ഓട്ടം ചെന്നൈയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഒരുപക്ഷെ അത് ട്രാക്കിലോട്ട് വരുന്ന സമയത്ത് ഇതിന് പേര് മാറാനുള്ള സാധ്യത ഉണ്ട്. ഇത് നിലവിൽ അതിനറിയപ്പെടുന്ന പേര് വന്ദേ സാധാരണ എക്സ്പ്രസ് എന്നാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ജസ്റ്റ് മനസ്സിലാക്കാം, ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഈ ഒരു ലോക്കോമോട്ടീവ് ഫാക്ടറികളും മറ്റുടെയൊക്കെ പേര് ഞാൻ പറഞ്ഞു പോകുന്നു. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്.
ഡീസൽ ലോക്കോമോട്ടീവ് വർക്ക് സ്ഥിതി ചെയ്യുന്നത് വാരണാസിയിലാണ്. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി, മിക്ക ട്രെയിനുകളും ഉണ്ടാക്കുന്ന എവിടെയാണ്? ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ICF. ഈ ICF-ൽ തന്നെയാണ് ഈ പറയുന്ന വന്ദേ സാധാരണ നിർമ്മിക്കുന്നത്. ഓക്കെ, ICF സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തല, റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തല. റെയിൽ വീൽ ഫാക്ടറി ബാംഗ്ലൂർ, റെയിൽ വീൽ ഫാക്ടറി ബാംഗ്ലൂർ. ഡീസൽ ലോക്കോ മോഡേണൈസേഷൻ വർക്ക് പാഠ്യാല. കേട്ടോ, മറക്കാൻ പാടില്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയാണ്, റെയിൽ കോച്ച് ഫാക്ടറി കപൂർത്തലയും മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പുതിയതായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഭാരത് എൻക്യാപ് പദ്ധതി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഭാരത് എൻക്യാപ് ഏത് മേഖലയാണ്? കാറുകളുടെ സുരക്ഷ ഉറപ്പാക്കൽ. ഈ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് ഭാരത് എൻക്യാപ് എന്ന് പറഞ്ഞാൽ? ഭാരത് എൻക്യാപ് ഏതെങ്ങനെയാണ്? NCAP. എന്താണ് NCAP? ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം. ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം കേട്ടോ. ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം എന്നുള്ളതാണ് ഭാരത് എൻക്യാപ്പിന്റെ ഫുൾ ഫോം. ഓക്കെ, ഇത് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പുതിയ പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക. 2023 കറണ്ട് അഫയേഴ്സിന്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു പദ്ധതിയും കൂടിയാണ് എൻക്യാപ്പ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തു, കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തു. ഒരു സെഷൻ കൂടെ നമുക്ക് ഭൂമിശാസ്ത്രത്തിന്റെ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ ഓക്കെ, ബാക്കിയുള്ള മുമ്പ് അപ്ലോഡ് ചെയ്ത ചരിത്രത്തിന്റെയും ഭരണഘടനയുടെയും ഭൂമിശാസ്ത്രത്തിന്റെ പാർട്ട് 1 കൂടെ എല്ലാവരും കാണുക, നോട്ട് എഴുതിയെടുക്കുക, അത് പഠിക്കുക. തീർച്ചയായിട്ടും ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.